ഹലോ കൂട്ടുകാരെ, മഴത്തോര മുംബൈ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീനെ കാണുന്നതിനായി മനു കുളത്തൂർ പുഴയിൽ എത്തുന്നുണ്ട്. ഓട്ടോറിക്ഷയിലാണ് മനു എത്തുന്നത്. വീടിൻ്റെ ഗേറ്റ് കടന്നതും ആ വലിയ വീടിൻ്റെ വലുപ്പവും വിസ്തൃതിയും കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ് മനു. ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ വണ്ടി അകത്തേക്ക് എടുക്കുന്നുമില്ല. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഇതെന്താ മുറ്റത്തേക്ക് കയറില്ലേ? എൻ്റെ പൊന്ന് സാറേ, നായ്ക്കളുള്ള വീടാ, അതും സിംഹവും കടുവും പോലത്തെ കുറേ എണ്ണമുണ്ട്. ഓർക്കപ്പുറത്ത് വല്ലതും കെട്ടഴിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. ഓഹോ, അത് ശരി. അങ്ങനെ ഇവിടെ ആരുടെയെങ്കിലും കഥ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഗതികൂടുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ സാറേ? എന്നാൽ ശരി, ഞാൻ ഇവിടെ ഇറങ്ങാം. മണിശങ്കർ 4 പാടും നോക്കി ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ മുറ്റത്തേക്ക് കയറുന്നതിന് മുമ്പ് നായ്ക്കൂട്ടിൽ നിന്നൊരു ഗർജനം കേട്ടു. ആദ്യത്തെ കുര മനുശങ്കറിനെ അല്പം ഭയപ്പെടുത്തിയെങ്കിലും അവൻ ധൈര്യസമേതം മുറ്റത്തേക്ക് നടന്നു. പട്ടികളുടെ കുര കേട്ട് ആരോ വന്നെന്ന് മനസ്സിലാക്കി അലീന സിറ്റൗട്ടിലേക്ക് ഓടിയെത്തി. മനുവിനെ കണ്ടതും അലീനയ്ക്ക് ആകെ അതിശയമായി. അയ്യോ, മനുവേട്ടനോ? ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? മനുശങ്കറിനെ ഓർക്കാപ്പുറത്ത് കണ്ടതിൽ അലീനയ്ക്കുള്ള ആഹ്ലാദവും അത്ഭുതവും അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. അപ്പം മനു പറയുന്നുണ്ട്, ഓ അതോ, നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് ഞാനും കരുതി. ഒരു കള്ള ചിരിയോടുകൂടി അത് പറഞ്ഞുകൊണ്ട് മനു അലീനയെ അടിമുടി ഒന്ന് നോക്കി. പാലായിൽ തൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വീട്ടുജോലി ചെയ്തിരുന്ന ഒരു പാവം പെൺകുട്ടിയല്ല താനിപ്പോൾ കാണുന്നത്. രൂപത്തിലും ഭാവത്തിലും വർത്തമാനത്തിലും എല്ലാം അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അവിടെ തന്നെ നോക്കി നിൽക്കാതെ ഇങ്ങ് കയറി വാ മനുവേട്ടാ. അങ്ങനെ മനുശങ്കർ അകത്തേക്ക് കയറി. അവർ ലിവിംഗ് റൂമിൽ എത്തുമ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ അങ്ങോട്ട് വന്നു. അലീന മനുശങ്കറിനെ വല്യപ്പച്ചന് പരിചയപ്പെടുത്തി കൊടുത്തു. മനുവിനെ ഔതക്കുട്ടിച്ചായൻ്റെ അടുത്തിരുത്തി ചായ എടുക്കുന്നതിനായി അലീന അടുക്കളയിലേക്ക് പോയി. ഔതക്കുട്ടിച്ചായനാണെങ്കിൽ മനുവിൻ്റെ ജോലിയെക്കുറിച്ചും താമസത്തെക്കുറിച്ചും വീട്ടുകാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. അത്രയായപ്പോഴേക്കും ചായയുമായി അലീന എത്തി. മനുവേട്ട വാ, നമുക്ക് ചായ കുടിക്കാം. അവൾ മനുവിനെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മേശപ്പുറത്ത് ചായയും പലഹാരങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അവൾ തന്നെ നിർബന്ധിച്ച് ഓരോന്നും അവനെ കൊണ്ട് കഴിപ്പിച്ചു. ചായ കുടിക്കുന്നതിനിടയിൽ മനുശങ്കർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇവിടുത്തെ പപ്പ? അവിടുത്തെ അച്ഛനേക്കാൾ ബെറ്ററാണോ? അപ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെ താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല മനുവേട്ടാ. അച്ഛൻ ശാന്തനും അലിവുള്ളവനാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ അറിയാം. നമ്മുടെ മനസ്സറിഞ്ഞ് സഹായിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പപ്പ അങ്ങനെയല്ല. സ്നേഹമുള്ള സിംഹം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരെണ്ണം. സ്നേഹം ചോദിച്ചാൽ പോലും തരില്ല. ഒടുവിൽ നമ്മൾ ചെന്ന് പിടിച്ചു വാങ്ങിക്കണം. ഇത് കേട്ട് മനു പറയുന്നുണ്ട്, ആഹാ, അത് കൊള്ളാലോ. ആള് ഭയങ്കര ദേഷ്യക്കാരനാണോ? മുഖത്ത് എപ്പോഴും ഒരു ഗൗരവം ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് തോന്നും പപ്പയ്ക്ക് ചുറ്റും വലിയൊരു കോട്ട കെട്ടിയിട്ടുണ്ടെന്ന്. അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റത്തില്ല. എന്നാൽ കോട്ട വിട്ട് ഇറങ്ങി വരത്തുമില്ല. സംസാരിക്കാനൊക്കെ ഭയങ്കര പിശുക്കാ. അളന്നും മുറിച്ചും ഓരോ വാക്ക്, അതും സൈന്യാധിപന്മാർ ഉത്തരവിടുന്ന പോലെ. ഇപ്പോഴും സൈന്യത്തിലാണെന്നാ പപ്പയുടെ ഭാവം. ഇത് കേട്ട് മനു ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആഹാ, അത് ശരി, കൊള്ളാലോ. അപ്പം പിന്നെ നീ എങ്ങനെ ഈ കോട്ടയ്ക്കകത്ത് കയറിപ്പറ്റി? അലീന ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ആ കോട്ടയ്ക്ക് വന്ന ദിവസം മുതലേ തുരങ്കം വയ്ക്കാൻ തുടങ്ങി. ആ, നന്നായി. അതുപോട്ടെ, നിന്റെ അടുത്ത് ദേഷ്യമൊക്കെ കാണിക്കുമോ? അതിപ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും പപ്പ കണ്ണുരുട്ടി കാണിക്കും. ദേഷ്യം വന്നാൽ ഗെറ്റ് ഔട്ട് അടിക്കും. പക്ഷേ എന്നോട് ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. 23 വർഷം ഞാൻ അനാഥാലയത്തിലാണല്ലോ ജീവിച്ചതെന്ന് ഓർക്കുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ആട്ടെ, ഈ വല്യപ്പച്ചൻ എങ്ങനെയുള്ള ആളാ? അപ്പം അലീന പറയുന്നുണ്ട്, മനുവേട്ടനൊരു കാര്യം അറിയോ? എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി പുനലൂരിന്ന് ഓടിയെത്തിയ ആളാ. അപ്പയുണ്ട് വല്യമ്മച്ചി ചെറുപ്പക്കാരിയായിട്ട് വല്യപ്പച്ചൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. മരിച്ചുപോയ വല്യമ്മച്ചിയുടെ തനി സ്വരൂപമാണത്ര ഞാൻ. അതോടെ വല്യപ്പച്ചൻ ഫ്ലാറ്റായി. അപ്പം മനു പറയുന്നുണ്ട്, അത് ശരി, അങ്ങനെ ഒരു കാര്യം ഇതിനിടയിലുണ്ടോ? അത് വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ. അങ്ങനെ അലീന ഇവിടെ വന്നത് മുതലുള്ള ഓരോ കാര്യങ്ങളും മനുവിനോട് പറയാൻ തുടങ്ങി. മനസ്സിലുള്ളതെല്ലാം പങ്കുവയ്ക്കാൻ ഹൃദയത്തിനിണങ്ങിയ ഒരാളെ കിട്ടിയതുപോലെയായിരുന്നു അലീനയ്ക്ക്. മനുവാണെങ്കിൽ അത്ഭുതം പൂണ്ട വിസ്മയത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന മനുവിനെയും കൂട്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോയി. സ്റ്റാൻലി ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. ആ വലിയ മനുഷ്യനും ചുറ്റുമുള്ള നായ്ക്കളും തൻ്റെ നേർക്ക് തിരിയുന്നത് കണ്ട് മനുവിന് പെട്ടെന്നൊരു ഉൾഭയം തോന്നി. നായ്ക്കൾ മനുശങ്കറിനെ തന്നെ തുറച്ചു നോക്കി. അലീന അവർക്ക് നേരെ കൈക്കൊണ്ടെന്തോ ആംഗ്യം കാണിച്ചു. എൻ്റെ ആളാ, ഉപദ്രവിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മനുശങ്കറിന് തോന്നി. സ്റ്റാൻലി ഫോൺ ചെയ്ത് തീരുന്നത് വരെ അവരവിടെ തന്നെ നിന്നു. റിസീവർ വെച്ചതിന് ശേഷം സ്റ്റാൻലി അലീനയും മനുശങ്കറിനെയും ചോദ്യഭാവത്തിൽ നോക്കി. അപ്പം അലീന മനുശങ്കറിനെ പപ്പയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. സ്റ്റാൻലി ഷേക്ക് ഹാൻഡ് നൽകി. എന്നിട്ട്
ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ മനുശങ്കർ മുന്നിലിരുന്ന കസേരയിലിരുന്നു. അലീന പപ്പയുടെ കൂടെ സോഫയിലും. ഏതാനും ചില വാക്കുകളിൽ ഒതുങ്ങി ആ കുശലാന്വേഷണം. ഒടുവിലായി അയാൾ മനുവിനോട് പറയുകയാണ്, അലീനെ ഇവിടെ എത്തിച്ചു തന്നതോടെ പാലാക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ എനിവേ, ഊണ് കൊടുത്തിട്ടേ ഇയാളെ തിരിച്ചയക്കാവൂ. അലീന, നീ കേട്ടോ ഞാൻ പറഞ്ഞത്? ഉവ്വ പപ്പ. അലീന മനുവിനെയും കൂട്ടിക്കൊണ്ട് ബംഗ്ലാവിൻ്റെ ലോണിലേക്ക് ഇറങ്ങി. മനുവിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നത് കണ്ട് അലീന ചോദിക്കുകയാണ്, എന്തു പറ്റി മനുവേട്ടാ? അപ്പം മനു പറയുന്നുണ്ട്, അലീനയുടെ പപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പാലാക്കാരും ഇനി ഇങ്ങോട്ട് അടുപ്പവും ബന്ധവും പറഞ്ഞ് വരരുതെന്നല്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, ആയിക്കോട്ടെ, അത് പപ്പയുടെ ആഗ്രഹം. ഒരാളുടെ ഇഷ്ടം മാത്രം നടന്നാൽ മതിയോടെ. ഞാൻ പപ്പയെ പറ്റി മനുവേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ? പപ്പയ്ക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അതൊന്നും മനുവേട്ടൻ കാര്യമാക്കണ്ട. മനുവേട്ടന് ഇഷ്ടമുള്ളപ്പോൾ ഇങ്ങോട്ട് വരാം. ഞാനല്ലേ പറയുന്നത്. മനുവേട്ടൻ വന്നേ. അതും പറഞ്ഞ് മനുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അലീന വീടും ചുറ്റുപാടുകളെല്ലാം മനുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ പ്രാക്കൂടും മീൻകുളവും പട്ടിക്കൂടും എല്ലാം മനുവിന് കാണിച്ചു കൊടുത്തു. ഇതിനിടയിൽ മനു ചോദിക്കുന്നുണ്ട്, അല്ല, പപ്പയുടെ ഭാര്യയും മക്കളൊന്നും ഇങ്ങോട്ട് വരാറില്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് പോയത്. അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അലീന മനുവിനോട് വിസ്തരിച്ച് പറയുന്നുണ്ട്. പപ്പ അവരെല്ലാം തുരത്തി വിട്ടു. പിന്നീട് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ എനിക്കെതിരെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം മനു ചോദിക്കുന്നുണ്ട്, നിനക്ക് പേടിയില്ലേ? അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്? പപ്പയുടെ ഭാര്യയും മക്കളും അഞ്ചലിലാണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവിടെയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നാ. അവരെയെല്ലാം ഇവിടെ കൂട്ടിക്കൊണ്ട് വരണം. പപ്പയുടെ സ്വഭാവം മാറ്റിയെടുക്കണം. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അത് ശരി, അതൊക്കെ എങ്ങനെ സാധിക്കും അലീന? എനിക്കറിയില്ല മനുവേട്ടാ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വഴിയെല്ലാം നടത്തി എന്നെ ഇവിടെ വരെ എത്തിച്ചത്? അത് കേട്ടപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എന്നു മുതലാ നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു മനുവിന്. പക്ഷേ അവനൊന്നും മിണ്ടിയില്ല. അലീന അവനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ അലീന പൗലോസുമായി ഉണ്ടാക്കിയ വഴക്കിനെ പറ്റിയെല്ലാം മനുവിനോട് വിസ്തരിച്ച് പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് മനുവിന് വല്ലാത്ത അത്ഭുതം തോന്നി. അവൾ സമ്മതിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ അവൻ അടുക്കളയിൽ ചെയ്തു കൊടുത്തു. സംസാരത്തിനിടയിൽ മനുശങ്കർ പറയുന്നുണ്ട്, ഞാനൊരു സത്യം പറയട്ടെ അലീന? ആഹാ, മനുവേട്ട എത്ര സത്യം വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ കേട്ടോളാം. നിനക്ക് കുറേ മാറ്റം വന്നിട്ടുണ്ട്. കടപ്പാട്ടൂരെന്ന് പോന്നപ്പോൾ തലീനയല്ല നീ. ഇത്രയൊന്നും നീ സംസാരിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. നിന്റെ രൂപത്തിലും ഭാവത്തിലും സ്വരത്തിലും ഒക്കെ മാറ്റം വന്നു. നിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ ഒരു ആധികാരികതയുണ്ട്. നടപ്പിലും എടുപ്പിലും ഒക്കെ കുറച്ചും കൂടി സ്പീഡായി. മുമ്പോട്ട് വരാൻ ഒരു ശങ്കയുമില്ല. പഴയതുപോലെ കർട്ടൻ്റെ പിറകിൽ നിൽക്കുന്ന ഒരാളല്ല നീ. അപ്പം അലീന പറയുന്നുണ്ട്, ആ അത് ശരിയാ മനുവേട്ടാ. ഞാനിപ്പോൾ റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മോളല്ലേ. ആ ഒരു ആത്മവിശ്വാസം അത്ര ചെറുതല്ലല്ലോ. പപ്പ സ്വാർത്ഥനും പരുക്കനും ഒക്കെ ആയിരിക്കും. പക്ഷേ എനിക്കറിയാം പപ്പയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ആദ്യമൊക്കെ ഞാൻ ആരാണെന്ന് പറയാൻ പപ്പയ്ക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ആര് ചോദിച്ചാലും പറയും ഇതെൻ്റെ മോളാണെന്ന്. അത് പറയുമ്പോൾ ഞാൻ പപ്പയുടെ അടുത്തേക്ക് കുറച്ചും കൂടി ഒന്ന് ചേർന്ന് നിൽക്കും. 24 വർഷത്തോളം അനാഥയായി ജീവിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അംഗീകാരമല്ലേ, അത് കളയാൻ പറ്റുമോ മനുവേട്ടാ? അപ്പം മനു പറയുന്നുണ്ട്, നിനക്കുണ്ടായ ഈ മാറ്റങ്ങളൊക്കെ നെഗറ്റീവാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ വേണ്ടത് തന്നെയാണ്. നിന്റെ ഈ മാറ്റത്തിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്